ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആൻഡ് കണ്ടീഷൻസ് ഫോർ റിഡംഷനിൽ അതിന്റെ തിയററ്റിക്കൽ ആസ്പെക്റ്റും അതിന്റെ ജേണൽ എൻട്രീന്റെ ലോജിക്കും ഒക്കെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അതിന്റെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാണ്. പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. ജേണൽ എൻട്രി എപ്പോഴും സെയിം ആയിരിക്കും. എക്സാമിന് അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോന്നും ഓരോ കേസ് ആയിട്ടാണ് കാണേണ്ടത് കേട്ടോ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കാം. ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് എ ലിമിറ്റഡ് കമ്പനി. ഒരു ലിമിറ്റഡ് കമ്പനിന്റെ ഇതിൽ ഇഷ്യൂ എന്ത് ചെയ്തിട്ടുണ്ട്? 2000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ ചെയ്തത് 2000 ഡിബഞ്ചർ ആണ്. 7% ഡിബഞ്ചേഴ്സ് കേട്ടോ. ഓക്കെ, 100 ഈച്ച് റീപേബിൾ അറ്റ് പാർ. പാറിലാണ് റീപേ ചെയ്യേണ്ടത്. റിഡംഷനിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റിഡംഷനിലാകെ പാറിലാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കെയർ ഒന്നും ശ്രദ്ധിക്കേണ്ടതില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? ഇഷ്യൂന്റെ ജേണൽ എൻട്രി പോലെ തന്നെ വരുള്ളൂ. എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ എന്താണ് ജേണൽ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട്, ജസ്റ്റ് ഞാനൊന്ന് എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 7% ഡിബഞ്ചേഴ്സ്. ഇഷ്യൂ ജേണൽ എൻട്രി ആണ്. 2000 ഇൻറ്റു 100 അല്ലേ? 2000 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ എത്ര? 2 ലക്ഷം. 2 ലക്ഷം. ഇത്രേ ഉള്ളൂ ജേണൽ എൻട്രി. ജേണൽ എൻട്രി ഞാനൊന്ന് ഇവിടെ കാണിക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 7% ഡിബഞ്ചർ. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാർ. റെഡീം ചെയ്യുന്നതും പാറിലാണ്, അതുകൊണ്ട് ലോസ് ഒന്നുമില്ല. ഇനി 2000 ഡിബഞ്ചർ 7% ഡിബഞ്ചർ ഓഫ് 100 ഈച്ച് അറ്റ് 95. ഇഷ്യൂ ചെയ്ത് 95ലാണ്, റെഡീം ചെയ്യുന്നത് പാറിലാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? 95ലാകുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറയും. ഇതേ ജേണൽ എൻട്രി എടുക്കാം. 95ലാകുമ്പോൾ എത്ര വരും? 1,90,000 നമുക്ക് കിട്ടുള്ളൂ. 1,90,000 കിട്ടുള്ളൂ. ബാക്കി 10,000 എന്താണ്? 2000 ഇൻറ്റു 5 10,000 എന്താണ്? ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ആണ്. ഓക്കെ, ആ ജേണൽ എൻട്രി ഒന്ന് കണ്ടോളൂ. യെസ്, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ജേണൽ എൻട്രി. ഇഷ്യൂ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ബാങ്കിൽ 1.90 അങ്ങനെ 1.90 2000 ഡിബഞ്ചറിന് 95 വെച്ച് കിട്ടി. ഇത് 2000 ഡിബഞ്ചറിന് 5000 വെച്ച് കിട്ടി. 5 വെച്ച് കിട്ടി. ഡിബഞ്ചർ ഇത് എപ്പോഴും പാറിലെ നമ്മളിവിടെ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് പാറേ വരുള്ളൂ. ഓക്കെ, അതുകൊണ്ട് എത്ര ഇനി പ്രീമിയം എത്ര കിട്ടിക്കഴിഞ്ഞാലും 100 കാണിക്കാനുള്ളൂ. ഏറെ വരുന്ന സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്തത് 2007% ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് പാർ റീപേബിൾ അറ്റ് പാർ. അതായത് ഇഷ്യൂ ചെയ്തത് 110-നാണ്. അത് സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട് നിർത്തും. അപ്പൊ ഇതേ ജേണൽ എൻട്രിയിൽ എന്താ ഉണ്ടാവുക? നമുക്ക് കിട്ടുന്നത് കുറച്ചും കൂടെ കൂടും. എത്ര? 110 ആണ്. 110 ആണ്. അപ്പൊ നമുക്ക് 2,20,000 കിട്ടും. 2,20,000 കിട്ടും. 2 ലക്ഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ലക്ഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇഷ്യൂ ചെയ്തപ്പോൾ അധികം കിട്ടിയ എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് പോകണം. ഓക്കെ, ആ ജേണൽ എൻട്രി നോക്കൂ. മൂന്നാമത്തെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 2,20,000 അങ്ങനെ കിട്ടി. 2000 ഇൻറ്റു 110. ഡിബഞ്ചറിലേക്ക് പോകുമ്പോൾ 2000 ഇൻറ്റു 100. ഓക്കെ, ബാക്കി പ്രീമിയം 2000 ഇൻറ്റു 10. ഓക്കെ ആണല്ലോ? 20,000. 2,20,000. ഇനി മൂന്നാമത്തെ ഇഷ്യൂഡ് 700 റീപേബിൾ അറ്റ് 105. അപ്പൊ പാറിൽ ഇഷ്യൂ ചെയ്തു, പ്രീമിയത്തിൽ റെഡീം ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ ഉണ്ടാവുക? 5 രൂപ നമുക്ക് നഷ്ടമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണ്. അപ്പൊ നമുക്ക് ബാങ്കിൽ എത്ര കിട്ടും? 2 ലക്ഷം കിട്ടും. ബാങ്കിൽ എത്ര കിട്ടും? 2 ലക്ഷം കിട്ടും. ഓക്കെ, ഡിബഞ്ചറിലേക്ക് എന്ത് ചെയ്യും? 2 ലക്ഷം പോകും. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്കൊരു നഷ്ടമുണ്ട്. ആ നഷ്ടം നമ്മൾ കാണിക്കണം. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 5000 വരും. 5000 അല്ലേ? 105 അല്ലേ? 5000 അല്ല, 10,000 വരും. പ്രീമിയം ഓൺ റിഡംഷൻ 2000 ഇൻറ്റു 5 ആണ്. പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 വരും. ഇതാണ് ജേണൽ എൻട്രി. നോക്കുക.
എവിടെടാ ഇതാ 2 ലക്ഷം ബാങ്കിൽ വരുമ്പോ 2 ലക്ഷം വരും. ഓക്കെ, എന്നാൽ ഇഷ്യൂ ചെയ്യുമ്പോൾ റിഡംഷന്റെ എന്ത് ലോസ് നമ്മൾ എന്ത് ചെയ്യണം, ബുക്ക് ചെയ്യണം. അതാണ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. ഇനി നമുക്ക് ലാസ്റ്റ് എൻട്രി, ഇത് 10 മാർക്കിനൊക്കെ ചില എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിച്ചു പോകും. ഓക്കെ, എന്താണ് അടുത്ത കേസ് നോക്കുക. എന്താ അടുത്ത കേസ്? 2000 ഡിബഞ്ചർ ഇഷ്യൂ 95, റീപേ ചെയ്യുന്നത് 110. നമ്മളത് സംബന്ധിച്ചോളം നഷ്ടം എത്ര? ഇഷ്യൂ ചെയ്യുമ്പം 5 റുപ്യ കുറച്ചാ കിട്ടിയത്, തിരിച്ചു കൊടുക്കുമ്പോൾ 10 റുപ്യ അധികം കൊടുക്കണം. അതായത് നമുക്ക് ലോസ് ടോട്ടൽ 15 ഉണ്ട്. ഡിസ്കൗണ്ടിന്റെ 5ഉം പ്രീമിയത്തിന്റെ 10ഉം. ജേണൽ എൻട്രി എന്താ വരിക? ഇതേ ജേണൽ എൻട്രി ഞാൻ ഒന്ന് മാറ്റി പിടിക്കാം. ജേണൽ എൻട്രി സിമ്പിൾ ആണ്. ബാങ്കിൽ എത്ര വരിക? ബാങ്കിൽ 95 വരുള്ളൂ, അതായത് 1,90,000 വരുള്ളൂ. ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് എത്ര പോകണം? 2 ലക്ഷം തന്നെ പോകണം. ഇനി ലോസ് ഓൺ ഇഷ്യൂ. ലോസ് ഓൺ ഇഷ്യൂ എന്ന് പറയുമ്പോൾ 5 രൂപയും 10 രൂപയും ടോട്ടൽ 15 ഉണ്ട്. ഡിസ്കൗണ്ട് സെപ്പറേറ്റ് ചെയ്തൂല, ഒന്നിച്ചാണ് എഴുതാറുള്ളത്. അപ്പൊ എത്ര വരും? 30,000 വരും. 30,000 വരും. ഇത് പ്രീമിയം ഓൺ റിഡംഷൻ 20,000 വരും. ഇതാണ് ജേണൽ എൻട്രി ഉണ്ടാവുക. ജേണൽ എൻട്രി ഒന്ന് നോക്കും, ഒന്ന് വർക്കൗട്ട് ചെയ്താൽ സിമ്പിൾ ആയിട്ട് കഴിച്ചിലാവുന്ന എൻട്രീസ് ആണ് കേട്ടോ. ഇതാ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ 1,90,000, ഇതിലേക്ക് 2 ലക്ഷം വരും. ഇതെങ്ങനെയുള്ളത്? 5 + 10 ഇൻറ്റു 20,000 അതാണിത്. ഇതെത്ര വരുള്ളൂ? പ്രീമിയം എത്ര ഉള്ളൂ? 10 ഇൻറ്റു 2000. ഇതാണ് ജേണൽ എൻട്രി. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻട്രസ്റ്റ് മറ്റു കാര്യങ്ങളും ഒന്നും നോക്കണ്ട. ഇത് നല്ലപോലെ പഠിക്കുക, എക്സാമിന് ഉഷാറാക്കുക. ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ എന്തുണ്ട്, വർക്ക് ബുക്കുകളുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഈ ചാപ്റ്റർ ഇതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത 3ാമത്തെ ചാപ്റ്റർ ആയിട്ട് വരാം. ഓക്കെ, ഇനി